മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്നും നടക്കും. കോസ്റ്റ് ഗാർഡും വിദഗ്ധ മുങ്ങൽ സംഘവും മത്സ്യത്തൊഴിലാളികളും സംയുക്തമായാണ് നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൗതം കൃഷ്ണനായി തിരച്ചിൽ നടത്തുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 10 മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിയാണ് മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായുള്ള തിരച്ചിൽ നടക്കുക. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിന് വേണ്ടിയും തിരച്ചിൽ നടക്കും. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ഡ്രോണുകളും മുങ്ങൽ വിദഗ്ധരും അടക്കം ഉപയോഗിച്ച് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. MG പ്രദേശ് ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രദേശ്, കഴിഞ്ഞ ദിവസമൊക്കെ ശക്തമായ പ്രതിഷേധമാണ് നമ്മൾ ഈ വിഷയത്തിൽ കണ്ടത്. പെരുമഴയത്ത് കുത്തിയിരുന്നുള്ള പ്രതിഷേധം, റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിനൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ ഇവരെ കാണാതായി 8 ദിവസത്തിന് മേലെയാകുന്നു. ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അത്തരത്തിലുള്ള ആവശ്യവും അതിനിടയിൽ ഊർജിതമാവുന്ന കണ്ടു. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളും രംഗത്തെത്തിയതോടെ ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ടോ? എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? എങ്ങനെയാണ് തിരച്ചിൽ ഏകോപിപ്പിക്കുന്നത്? കീർത്തന, മത്സ്യത്തൊഴിലാളികളെ കാണാതായി ഒരാഴ്ച കഴിഞ്ഞിട്ടും തിരച്ചിൽ കാര്യക്ഷമമല്ല എന്നതാണ് കുടുംബത്തിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും ആരോപണം. അതിന്റെ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഇടപെടുകയും 2 മന്ത്രിമാരെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ മന്ത്രി ഷിബു ബേബി ജോണും CP ജോണുമാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും കുടുംബവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത്. ഇന്നലെ നീണ്ടകരയിലും ഒപ്പം ഈ വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലും ഷിബു ബേബി ജോൺ എത്തിയിരുന്നു. മുതലപ്പുഴയിൽ പ്രതിഷേധം തണുപ്പിക്കാൻ CP ജോൺ ഇന്നലെ നേരിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ രീതിയിൽ തിരച്ചിൽ ആരംഭിക്കും എന്നതാണ് കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. കോസ്റ്റ് ഗാർഡിന്റെയും ഒപ്പം മുങ്ങൽ വിദഗ്ധരുടെയും സഹായത്തോടെ ആയിരിക്കും ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. ഒപ്പം ഈ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തും. ഈ ഷിജിലിന്റെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ കുടുംബത്തിന് മന്ത്രി നൽകിയ ഉറപ്പ് അതുകൂടിയായിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി തന്നെ ആ തിരച്ചിൽ മുതലപ്പുഴയിൽ ആരംഭിക്കാം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട 10 മത്സ്യത്തൊഴിലാളികളെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തും. പക്ഷേ പ്രതികൂല കാലാവസ്ഥ തടസ്സമായി നിൽക്കുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയെങ്കിലും ഈ മുതലപ്പുഴയുടെ ഭാഗത്തേക്ക്, ഷിജിൽ വീണ ഭാഗത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രോണുകളുടെ സഹായം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും ഇന്ന് നടക്കുന്നത്. ആ ഉറപ്പിലാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത് കൂടി. അതെന്തായാലും ഈ നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കും ഒപ്പം മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഷിജിനും വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിനും വേണ്ടി ശക്തമായ തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതാണ് 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതിൽ മത്സ്യത്തൊഴിലാളികളെയും ഈ തെരച്ചിലിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഒപ്പം ഡ്രോണുകളുണ്ട്, മുങ്ങൽ വിദഗ്ധരുണ്ട്. അപ്പോൾ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇവരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ അത് ഊർജിതമായി തുടരാനാണ് തീരുമാനം. MG പ്രദേശാണ് വിശദാംശങ്ങൾ നൽകിയത്.